ഹായ് ഫ്രണ്ട്സ് ടൊരട്ടപ്പ രണ്ണ ഒരു മിനിറ്റ്. അയ്യോ എന്നെ പറഞ്ഞു അച്ഛ ഇങ്ങോട്ട് വാ, എല്ലാവരും നോക്കി ചെക്ക് ചെയ്തു. അയ്യോ വാ അച്ഛ. പോയി ഞങ്ങൾ ഗാർഡനിൽ പോയി മെഡിസിൻ എല്ലാം ഹീറോ ഉണ്ടാക്കി അതെല്ലാം വെച്ചിട്ട് ഡാഡി മെഡിസിൻ എല്ലാവർക്കും കൊടുക്കുക, എല്ലാവർക്കും ഓതിയാക്കി. ഇത് ഡാഡിക്ക്, ഇത് മമ്മിക്ക്, നമുക്ക് എല്ലാവർക്കും ഓരോന്ന് എന്തെല്ലാം കുറവുള്ളത് പറഞ്ഞാൽ അച്ചക്ക് ഇത് നെക്ക് വരുന്നു, ഗ്രാൻഡ്മക്ക് കൈ കാലെല്ലാം വരുന്നുണ്ട്, മെഡിസിൻ പോയി. ഗ്രാൻഡ് പക്ക് ഇടിപ്പ് വരുന്നുണ്ട്, ഇതിൻ്റെ കുഞ്ഞ് കൊന്നാവും എന്നിട്ട് പറയുന്നു. അയ്യോ ഇവളൊരു കാര്യം. ഗ്രാൻഡ് പാ ഡാഡി ഇങ്ങ് വാ, ഡാഡിക്ക് ഞാൻ മരുന്ന് പോയാ ഇനിയമ്മ പറഞ്ഞു പോയി ഡാഡി ഇതൊക്കെ പിന്നെ ഗുണമായി. ഇത് ഇവിടെ ഷോക്കായിരുന്നു. എന്താ എനിക്ക് ഗുണമായല്ലോ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോ കുറേ മെഡിസിൻ കണ്ടുപിടിക്കുക, അത് ഇപ്പോഴാണ് കൊടുത്തത്. ആർക്കും അറിയില്ലായിരുന്നു അത് മെഡിസിൻ. മാത്രം ഹീറോ അറിയാതെ വെക്കുമായിരുന്നു, അത് എല്ലാവർക്കും ഹെൽപ്പാകാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. മാത്രം അത് പറഞ്ഞ അച്ഛനക്കും ഗ്രാൻഡ് പാക്ക് മാത്രം അറിയും കുട്ടി മരുന്നെല്ലാം കണ്ടിരിക്കും. ഇത് ഗ്രാൻഡ് ചിരിക്കുമായിരുന്നു. അച്ഛനിത് എനിക്കറിയടാ, ഇവൾ മരുന്ന് ഉണ്ടാക്കി അതെനിക്ക് ഗുണമാണ്, അതുകൊണ്ട് ഇത്ര നാളെ എനിക്ക് മരുന്ന്, നിങ്ങൾക്കത് മരുന്ന് എവിടുന്നാ? ഇവളുണ്ടാക്കി തന്നതാ, അതൊക്കെ ഇവൾ ഗാർഡൻ കേട്ടത് കൊണ്ട് ഞാൻ ഗാർഡൻ ഉണ്ടാക്കിയത് പറഞ്ഞിരുന്നു. ഇത് ഒരു ഡേ ആയിരുന്നു, അവിടെ ഗുരുജീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് എല്ലാം എടുത്ത് കൊടുത്തത് കൊണ്ട് ഹീറോ കറക്റ്റ് ചെയ്ത് തന്നെ ഇപ്പോൾ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോ വളർന്നുണ്ടായി, ഇപ്പോൾ ഡോക്ടർ പഠിക്കായിരുന്നു. ഡാഡി ഡോക്ടർ പഠിക്കുന്നത് കഷ്ടമല്ലേ ഡാഡി? ഇല്ല മോളെ, കഷ്ടമൊന്നുമില്ല അങ്ങനെ അച്ഛൻ പറയായിരുന്നു. ഇത് കേട്ടോ ഹീറോ ചിരിക്കായിരുന്നു. ചുമ്മാ വെറുതെ പറഞ്ഞതാന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോൾ ഓടിപ്പോയി. ഹീറോയുടെ അച്ഛൻ ഒരു പോലീസാണ്, ഹീറോയിൻ്റെ അമ്മ ഒരു ചെഫാണ്. എന്താ പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞ ഹീറോ ചിരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, റോസ് പ്രിയ എങ്ങനെ ഉണ്ടടി വീട്ടിലെല്ലാം കാര്യം? നന്നായിട്ടുണ്ട്. അല്ലടി കീർത്തി ഇവിടെ? അറിയില്ല, ഹോസ്പിറ്റലിൽ നന്നായി ചെയ്തായിരുന്നു. ഷുഗർ കൈ അടിപ്പെട്ടായിരുന്നു. ഈ ന്യൂസ് ഷുഗർ വന്ന കാര്യം എല്ലാം ഓടി അറിഞ്ഞ് കീർത്തി പറയായിരുന്നു, ഷുഗർ വന്നിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ഇവിടെ റൂമർ ഇവിടെ ചെന്ന് കെട്ടായിരുന്നു, ഐഡൽ വന്നിരുന്നു. അതെ ഹീറോ ഷുഗർ അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണോ എന്ന് ഹീറോ റൂമറാ പോടിയോ അങ്ങനെയൊന്ന് പറയണ്ടെന്ന് പറഞ്ഞ് ഷുഗർ അങ്ങനെ ആയിട്ട് ഹീറോ വീട്ടിലുണ്ട്. അങ്ങനെ ഹീറോ ഷുഗർ പറഞ്ഞു ഹോസ്പിറ്റലിൽ വന്നില്ല ഇങ്ങനെ പറഞ്ഞു. അതെ കൈ അടിപൊട്ടിയായിരുന്നു. ഷുഗർക്ക് ഡാൻസ് കളിക്കുമ്പോൾ എഴുതിയായിരുന്നു. ഹീറോ ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്. ഹീറോ വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ ചെറിയൊരു മറന്നുപോയി, എന്നെ ബാഗ് എടുത്തുകൊണ്ട് പോയി. അതെ ഹീറോ ഒന്ന് മറന്നു പോയായിരുന്നു. ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു, ചെറിയൊരു പ്രശ്നമുണ്ട്, ആരുമില്ല ഹോസ്പിറ്റലിൽ. ഹീറോയിനെ വിളിച്ചായിരുന്നു തിരിച്ചിട്ട്. അങ്ങനെ ഹീറോ കാറിൽ ഇറങ്ങി വരുമായിരുന്നു. ഷുഗർ യഥാർത്ഥ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷുഗർ ഹീറോ ഇറങ്ങി വരുമ്പോൾ നോക്കുക ഫ്ലാറ്റായി, ഓവർ ഫ്ലാറ്റായിരുന്നു ഷുഗർ. അങ്ങനെ ഹീറോ അകത്ത് വന്നായിരുന്നു ഷുഗർ. അങ്ങനെ ഡോക്ടർ മേഘനെ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കും അങ്ങനെ ഇങ്ങനെ ഇത് കുറച്ച്. ഹീറോയിനെ അവൾക്ക് അയച്ചു മേഘന ഡോക്ടർ. അയ്യോ ഞാനിങ്ങനെ നോക്കാൻ പറ്റും, പ്ലീസ് മാ നോക്കിക്കോ, എൻ്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മാ. ശരി മേഘന ചേച്ചി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞായിരുന്നു. ശരി കുറച്ച് ഫാഷൻ ഉണ്ട്, അത് നോക്കിക്കോ. ശരി എന്ത് പ്രശ്നമുണ്ട് അങ്ങ് കോൾ ചെയ്തിട്ട് പറയും. അങ്ങനെ മേഘന ചേച്ചി ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെയായിട്ട് മേഘന ചേച്ചി പറഞ്ഞു മതി, ശരി ഓക്കെ എന്ന് പറഞ്ഞു. മേഘന ചേച്ചി ഞാൻ ഇപ്പോൾ വരാം, കുറച്ച് നേരം കഴിഞ്ഞാൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. മേഘന ചേച്ചിക്ക് വീട്ടിൽ ജോലി പ്രശ്നം ഉണ്ടായിരുന്നു. മേഘന ചേച്ചി കല്യാണം കഴിഞ്ഞാണ്, കുട്ടികളുണ്ട്, ആരെ കൊണ്ട് വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് നോക്കുക. ഷുഗർ വെച്ച് കണ്ടാൽ ഹീറോയിൻ സൈറ്റ് എടുക്കുക. ഇത് വിയും ജങ്കുക്കും ജിമ്മിൻ 3 പേർ നോക്കിയായിരുന്നു. ഷുഗർ എന്ത് റിയാക്ഷനാ? അയ്യോ ഇവനെല്ലാം മാരേജ് വേണ്ട, അങ്ങനെ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, ഇവൻ സൈറ്റ് അടിക്കും നോക്ക് എന്ന് പറഞ്ഞ് അവർ 3 പേർ ചിരിക്കുകയായിരുന്നു. ഷുഗർക്ക് ഒന്നും അറിയില്ല. ഹീറോയിനെ ഫ്ലാറ്റായിട്ട് മൊത്തം നോക്കായിരുന്നു. ഹെയർ സ്റ്റൈലെല്ലാം ഒരു മാതിരിയായിട്ടായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ ഷുഗർ പോയി അത് നോക്കുമായിരുന്നു. ഇതുകൊണ്ട് ഓഹോ നടക്കട്ടെ പറഞ്ഞായിരുന്നു. ഷുഗർ ഓക്കെ സാർ ഇതെല്ലാം അതേ ടാബ്ലറ്റ് ജിമ്മിന് വന്നു ഞാൻ കൊണ്ടുവരാന്ന്, ഇതിലുള്ള മെഡിസിൻ എല്ലാം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കണം, അതിലെല്ലാം എഴുതിയിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായി. ശരി ഓക്കെ എന്ന് ജിമ്മിന് അവിടെ നിന്ന് പോയായിരുന്നു. ഓക്കെ നിങ്ങൾക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇത് ഈ മരുന്നെല്ലാം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി, നിങ്ങൾക്ക് കൈവേദന ഈ മെഡിസിനെല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞ് പോയായിരുന്നു. ഓക്കെ എന്ന് ഷുഗർ തലാട്ടിയായിരുന്നു. ചിരിച്ചിരി ഇവിടുന്ന് പോയായിരുന്നു. ഇതാന്ന് വായ കൊണ്ടു നോക്കായിരുന്നു. ഇത് വിയും ചക്കൊക്കെ ഹോ നടക്കട്ടെ പറഞ്ഞ് അവർ ചിരിക്കായിരുന്നു. ഹീറോയോട് പോയിരുന്നു. ഇങ്ങനെ ഷുഗർ ഹീറോയിനെ ഒന്ന് ഓർത്ത് എന്ന് പറഞ്ഞ് ഓർക്കായിരുന്നു. ഷുഗർ വെളിയിൽ വന്നായിരുന്നു. അപ്പോഴും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഹീറോയിനെ ഹാക്കിച്ചത് പ്രിയ നമുക്ക് വെളിയിൽ പോവാടി എന്നെ പറഞ്ഞു. ഷുഗർ നോക്കായിരുന്നു. പ്രിയ പോടി റോസി അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞവർ മനസ്സിലായില്ല.
ഷുഗർക്ക് മനസ്സിലായില്ല എന്താ ഇവർ പറയുന്നത്. ജിമ്മിന് ഇവർ എന്ത് മനസ്സിലാകുന്നത് ട്രാൻസ്ഫറായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അതെ, ഹീറോ എന്ത് സംസാരിക്കുന്നത് അച്ഛൻ കേൾക്കാൻ തുടങ്ങി. അയ്യോടി ബീച്ചിലേക്ക് പോവാ, അയ്യോ ഈ പാതിരാത്രി ബീച്ചാ, പോടി അങ്ങനെ എന്ന് പറഞ്ഞ് ഹീറോ ചിരിക്കായിരുന്നു. എൻ്റെ വീട്ടിലെ ആലോചന വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ഡോക്ടറോട് ചെല്ലിന് ടെസ്റ്റുണ്ട്, ആ എക്സാം പാസ്സായാൽ നമ്മൾ ഡോക്ടറാകാൻ പോവാം നമ്മൾ എല്ലാവരും. അതുമാത്രമല്ല പിന്നെ നെക്സ്റ്റ് നിനക്ക് മാരേജ്, അങ്ങനെ ഹീറോയിനോട് കളിയാക്കായിരുന്നു. പോടി അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ 4 പേരുണ്ടോ, 4 പേർക്ക് നമ്മൾ കാണുന്നുണ്ട്. അവരാരക്സ് ചെയ്യുന്നത്. ഇല്ലടേ എൻ്റെ മമ്മി ഡാഡിക്ക് ഓക്കെ ആയിരുന്നു, അത് ഞാൻ മാരേജ് കഴിക്കാൻ പോവാം, അവർ കാട്ടി വിടുന്നു മാരേജ് കഴിക്കാമെന്ന് ഹീറോയെ വാസിച്ച് പറയായിരുന്നു. ഇത് ഷുഗർ കേട്ടു. എന്ത് മമ്മി ഡാഡി കണ്ടുപിടിച്ചാൽ പോയിട്ട് ഇവിടെ മമ്മി ഡാഡിനെ ഐസ് വെക്കുക എന്ന് ഷുഗർ പ്ലാൻ ഇട്ടായിരുന്നു. ഷുഗറിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു. അയ്യോ സാരേ എന്ന് ഷുഗറിൻ്റെ മാനേജർ ഉണ്ടായിരുന്നു. ഷുഗർ മാനേജർ നോക്കി മുറിക്കായിരുന്നു. അയ്യോ ഇപ്പം എന്ത് ചെയ്യുക. ഇന്ത്യയിലെ ഒരു മാനേജറുണ്ട്, 2 മാനേജറുണ്ട്. സെക്രട്ടറിയാണ് ഷുഗർക്ക്, മാനേജർ സെക്രട്ടറിയും. അത് സെക്യൂരിറ്റിയാണ് മാനേജറാണ്. 2 ഷുഗർക്കും സെക്രട്ടറി ഉണ്ട്. അതെ, ഇപ്പോൾ സെക്രട്ടറി മതി, സെക്രട്ടറിന് മാനേജറിന് ഇപ്പോൾ സെക്രട്ടറി മതി ഹീറോൻ്റെ ഓർക്കാൻ നടക്കാണ്. അതെ, ഷുഗർ ഉറക്കിയായിരുന്നു. അടുത്തൊരു മാനേജർ ഉണ്ടായിരുന്നു. സാറേ ഇവർ എന്ത് പറയണേ ഞാൻ പറയായിരുന്നു. സെക്യൂരിറ്റിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നെ ട്രാൻസ്ഫറായിട്ട് പറഞ്ഞത് മനസ്സിലായി. ശരി ഓക്കെ എന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ഡീറ്റെയിൽസ് എനിക്ക് മൊത്തം വേണം എന്ന്. അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അതിനായിട്ട് ആ ഡോക്ടറിനോട് പോയിട്ട് ഹീറോയിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ആ ഡോക്ടറായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് ഓർക്കായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു അങ്ങനെയായിട്ട് ഇങ്ങനെ ഇപ്പോൾ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ഷുഗർക്ക് ഭയങ്കര സാഡായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യാമെന്ന് പറയായിരുന്നു. അപ്പോഴൊരു ഗേൾ വന്നായിരുന്നു. ആ ഗേളിനോട് വധിച്ചായിരുന്നു. അതെ മേഘനോട് പറഞ്ഞായിരുന്നു ഷുഗർ. അതെ, ആ ഹോസ്പിറ്റൽ CEO ഉണ്ട്, അതെ MDൻ്റെ മോളാണ് മേഘനോട് പറഞ്ഞായിരുന്നു ഒരു മാനേജർ. ശരി ഓക്കെ എന്തിനാ. ഇല്ല സാർ ഇങ്ങനെ ഷുഗർ ഇങ്ങനെ സൈറ്റ് അടിക്കുന്ന കാര്യം സാഡാകുന്നത് ഇതല്ലേ മേഘന ശ്രദ്ധിച്ചായിരുന്നു. ശരി ഓക്കെ അവരുടെ ഡീറ്റെയിൽസ് തരാം, എന്തിനാന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് കൊടുത്തന്നെ ഷുഗർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ ഹീറോയുടെ വീട്ടിൽ പോകാമെന്ന്